വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ +2 സെക്കൻഡ് ചാപ്റ്റർ ആയ സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, സാധാരണ ഞാൻ നോട്ട് ഓറിയന്റഡ് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിനകത്തുനിന്ന് കൂടുതലും എക്സാമിന് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം അത് ഞാൻ നോട്ട് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും ഇതുപോലെ ചെയ്ത് കാണിച്ചാലാണ് നിങ്ങൾക്ക് കൂടുതലും കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഈ ചാപ്റ്ററിനകത്ത് ഇനി വരുന്ന പോർഷൻസിനകത്തും ഇതുപോലെ ഓരോരോ ഇക്വേഷൻസ് വരുമ്പം അതെല്ലാം നിങ്ങൾ ടാബ്ലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഓരോ പോർഷൻസും കവർ ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളതും അതുപോലെ പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം അത് ഓരോന്നും ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ പോർഷൻസ് കവർ ചെയ്യുമ്പോഴും അവിടെ വരുന്ന ഓരോ ഇക്വേഷൻസും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. സൊല്യൂഷൻസ് എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിലും നിങ്ങൾ ഒരുപാട് സൊല്യൂഷൻസിനെ കാണുന്നതാണ്. അപ്പം എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ട്രൂ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more substances. അത് രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ മിക്സ്ചറിലുള്ള ഓരോ സബ്സ്റ്റൻസിനെയും നമ്മൾ അതിന്റെ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് എന്നും നമുക്ക് മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഇത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിക്സ്ചറിന്റെ എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടി തന്നെയാണ്, ഒരേ ഗുണം തന്നെയാണെങ്കിൽ അത്തരം മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഒക്കെ പറയാം. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടി തന്നെയല്ല. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മിക്സ്ചർ പറയാം, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ അതിനെ പറയാം. അപ്പം അതിന്റെ എല്ലാ ഭാഗത്തും ഡിഫറന്റ് ഗുണം തന്നെയാണ്. അതായത് ഇപ്പം ചിലയിടത്ത് കപ്പലണ്ടി കാണും, ചിലയിടത്ത് എരിവുള്ള കാണും, അങ്ങനെ എല്ലായിടത്തും ഡിഫറന്റ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മുടെ ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതിൽ രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസും കാണും. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഉള്ള സൊല്യൂഷൻസ് ഉണ്ട്, അതായത് ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൊല്യൂഷൻസിനകത്തെ കമ്പോണൻസും ഡിഫറെന്റ് സ്റ്റേറ്റിൽ വരാം. അതായത് സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻസ് വരും. ഇപ്പം സോളിഡ് സൊല്യൂഷനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സ്. ലിക്വിഡ് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ഇൻ വാട്ടർ പറയാം, അല്ലെങ്കിൽ ലൈം വാട്ടർ പറയാം. അതൊക്കെ നമുക്കൊരു ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എയർ പറയാം. എയറിൽ ഒരുപാട് ഗ്യാസസ് ഉള്ളതാണ്, അതൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഇതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരുന്നുണ്ട്, അതിനകത്ത് ഇതുപോലെ ഓരോ സ്റ്റേറ്റിലുമുള്ള സൊല്യൂഷൻസ്, അതായത് ഡിഫറെന്റ് കമ്പോണൻസ് ഡിഫറെന്റ് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, സൊല്യൂഷനകത്ത് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടേമാണ് ബൈനറി സൊല്യൂഷൻ. ഓക്കെ, ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കമ്പോണൻസ് മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, അപ്പം എ സൊല്യൂഷൻ ഈസ് സെഡ് ടു ബി ബൈനറി സൊല്യൂഷൻ ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 കമ്പോണൻസ്. രണ്ട് കമ്പോണൻസ് മാത്രമുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ബൈനറി സൊല്യൂഷനകത്ത് ഫസ്റ്റ് കമ്പോണന്റ്, ഒരു കമ്പോണന്റിനെ നമ്മൾ സൊല്യൂട്ട് എന്നാണ് പറയുന്നത്, സൊല്യൂട്ട്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെന്റ്. ഓക്കെ, അപ്പൊ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ്, രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസ് മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ. അതിനകത്ത് ഒരാളെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിച്ചു, സെക്കൻഡ് ആളിനെ നമ്മൾ സോൾവെന്റ് എന്നാണ് വിളിക്കുന്നത്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഷുഗർ സൊല്യൂഷനകത്ത് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗർ ആണ്, ആൻഡ് സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടുമ്പോൾ അതിനകത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗറും സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറുമാണ്. നമുക്കറിയാം വാട്ടറിനകത്ത് ഷുഗറിനെ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ആ സൊല്യൂഷൻ കിട്ടുന്നത്.
ഇതല്ലാതെ ഇപ്പൊ നമുക്ക് എയർ എക്സാമ്പിൾ എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് നൈട്രജൻ പ്ലസ് ഓക്സിജൻ, അതൊരു സൊല്യൂഷൻ, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവിടെ ആരാണ് സോൾവെന്റ്, ആരാണ് സൊല്യൂട്ട്? അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുപോലെ ആൽക്കഹോൾ ഇൻ വാട്ടർ, ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ഇൻ വാട്ടർ. അവിടെ ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ്? അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുന്ന കേസുകളിൽ ലെസർ ക്വാണ്ടിറ്റി ഉള്ള ആളിനെ നമ്മൾ സൊല്യൂട്ട് ആയിട്ടും ഹയർ ക്വാളിറ്റി അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ആളിനെ നമ്മൾ സോൾവെന്റ് ആയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് വിച്ച് ഈസ് ഇൻ ലാർജ് എമൗണ്ട് ഈസ് കോൾഡ് solvent and lesser amount is called solute. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സൊല്യൂഷൻസിന്റെ കേസിൽ എമൗണ്ട് കുറവുള്ള ആള് സൊല്യൂട്ട് ആയിട്ടും എമൗണ്ട് കൂടുതലുള്ള ആൾ സോൾവെന്റ് ആയിട്ടുമാണ് വരുന്നത്. ഇപ്പം നൈട്രജൻ പ്ലസ് ഓക്സിജൻ സൊല്യൂഷൻ എടുക്കുമ്പോൾ നൈട്രജന്റെ അളവ് അവിടെ കുറവാണെങ്കിൽ നമ്മൾ ആ ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ട് ആയിട്ട് പറയുന്നത് നൈട്രജനും സോൾവെന്റ് ആയിട്ട് പറയുന്നത് ഓക്സിജനുമാണ്. ഓക്കെ, ഇപ്പം ആൽക്കഹോൾ ഇൻ വാട്ടർ 2 ml ആൽക്കഹോളും 8 ml വാട്ടറും ആണെന്ന് വിചാരിക്കുക. അവിടെ 2 ml കുറവളവ് നിൽക്കുന്നത് ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ ആൽക്കഹോൾ അവിടെ സൊല്യൂട്ട് ആയിട്ടും വാട്ടർ അവിടെ സോൾവെന്റ് ആയിട്ടുമാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള രണ്ടാമത്തെ ടോപ്പിക്കാണ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് present in a given amount of solvent or solution. അതായത് ഒരു സൊല്യൂഷനകത്തുള്ള സൊല്യൂട്ടിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വെച്ചിട്ടാണ്. The amount of solute present in a given amount of solvent or solution is called concentration of that solution. ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ക്വാളിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അതായത് ആ സൊല്യൂഷൻ ഒന്നുകിൽ ഡയലൂട്ട് സൊല്യൂഷൻ ആണെന്നും ഡയലൂട്ട്, ഓക്കെ, സെക്കൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് സൊല്യൂഷനെ രണ്ടായിട്ട് പറയാം, ഡയലൂട്ട് സൊല്യൂഷൻ എന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. അതായത് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ, ലെസർ എമൗണ്ട് ആണെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ ഡയലൂട്ട് സൊല്യൂഷൻ എന്നും, അതുപോലെ സൊല്യൂഷനകത്ത് നമ്മുടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആണെങ്കിൽ, ലാർജ് എമൗണ്ട് സൊല്യൂട്ട് ആ ഒരു സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് എന്നും പറയാം. ഓക്കെ, ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്. ഓക്കെ, അതുപോലെ ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു ബക്കറ്റ് വാട്ടറിനകത്ത് 1 സ്പൂൺ ഷുഗർ ആണെങ്കിലും 2 സ്പൂൺ ഷുഗർ ആണെങ്കിലും 3 സ്പൂൺ ഷുഗർ ആണെങ്കിലും നമ്മൾ അതിന് ഡയലൂട്ട് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്തുള്ള കമ്പോണൻസിന്റെ നേച്ചർ വെച്ചിട്ടാണ് ആ സൊല്യൂഷന്റെ ക്യാരക്ടറിനെ പറ്റി നമ്മൾ പറയുന്നത്. ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര സൊല്യൂട്ട് ആണുള്ളതെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. അതുപോലെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴും എത്രമാത്രം സൊല്യൂട്ട് അതിനകത്തുണ്ട് അതുവഴി അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മുടെ സൊല്യൂഷന്റെ കേസ് എടുക്കുമ്പോഴത്തേന് അതിന്റെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 7 മെത്തേഡ്സ് ആണ് ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് വൺ ആണ് മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ W/W ആണ്. നിങ്ങൾക്ക് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നതാണ്. പെർസെന്റേജിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും തന്നെയില്ല. ഓക്കെ, മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി കമ്പോണന്റ് present in a 100 mass unit of the solution is called mass percentage. Okay, നിങ്ങൾക്ക് പെർസെന്റേജ് കാൽക്കുലേഷനെ പറ്റി അറിയാവുന്നതാണല്ലോ. ഇപ്പൊ നമ്മുടെ കെമിസ്ട്രിയുടെ മാർക്ക് എത്ര പെർസെന്റേജ് ആണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ
ടോട്ടൽ മാർക്ക്, കെമിസ്ട്രിയുടെ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് കെമിസ്ട്രിയുടെ പെർസെന്റേജ് കിട്ടുന്നത്, മാർക്കിന്റെ പെർസെന്റേജ്. സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനും ചെയ്യുന്നത്. മാസ് പെർസെന്റേജ് എന്താണെന്ന് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മാസ് ഓഫ് ദി കമ്പോണന്റ് പ്രസന്റ് ഇൻ 100 മാസ് യൂണിറ്റ് ഓഫ് ദി സൊല്യൂഷൻ ആണ്. ഇതിനകത്ത് ബൈനറി സൊല്യൂഷനകത്ത് 2 കമ്പോണന്റ്സ് ആണുള്ളത്, സൊല്യൂട്ടും സോൾവെന്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ടും കണ്ടുപിടിക്കാം, മാസ് പെർസെന്റേജ് ഓഫ് ദി സോൾവെന്റും കണ്ടുപിടിക്കാം. ഓക്കെ, മാസ് പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ് ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദി സോൾവെന്റ് ചെയ്യുന്നത്. സൊല്യൂഷന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ടിന്റെയും അതുപോലെ സോൾവെന്റിന്റെയും മാസിന്റെ സമാണ്. ഓക്കെ, ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിന്റെ മാസ് പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ദി സോൾവെന്റും കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് മാസ് ഓഫ് ദി സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ, അതായത് മാസ് ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ദി സോൾവെന്റും കണ്ടുപിടിക്കാം. ഓക്കെ, മാസ് പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, WB ബൈ WA പ്ലസ് WB ഇൻറ്റു 100. ഓക്കെ, ഇവിടെ WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്, WA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി സോൾവെന്റ് ആണ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, A എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ട് സോൾവെന്റ് കണ്ടുപിടിക്കാം, WA ബൈ WA പ്ലസ് WB ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് ദി സോൾവെന്റും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പെർസെന്റേജ് കാൽക്കുലേഷനെ പറ്റി അറിയാവുന്നതാണ്. അപ്പം ഇത് ഒന്ന് ടാബുലേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്, മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനകത്ത് സെക്കൻഡ് വൺ ആണ് വോളിയം പെർസെന്റേജ്. നമ്മുടെ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തത് കൂടി തന്നെയാണ് വോളിയം പെർസെന്റേജും. ഇവിടെ ഇതിന്റെ V ബൈ V വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടുത്തെ സ്മോൾ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണന്റിന്റെ, സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ സോൾവെന്റിന്റെ വോളിയമാണ്. ആൻഡ് ക്യാപിറ്റൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൊല്യൂഷന്റെ വോളിയമാണ്. ഓക്കെ, വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the volume of the component present in a 100 volume unit of the solution. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സൊല്യൂഷന്റെ ടോട്ടൽ വോളിയത്തെ നമ്മൾ 100ലേക്ക് മാറ്റും. അതിനകത്ത് എത്ര പാർട്ടാണ് സൊല്യൂട്ട് ഉള്ളത് അതിനെ നമ്മൾ വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് എന്നും, എത്രയാണോ സോൾവെന്റ് ഉള്ളത് ആ 100നകത്ത് എത്ര പാർട്ടാണോ സോൾവെന്റ് ഉള്ളത് അതിനെ നമ്മൾ വോളിയം പെർസെന്റേജ് ഓഫ് സോൾവെന്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. വോളിയം പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പെർസെന്റേജ് ചെയ്തോട്ട് സെയിം തന്നെ ഇവിടെ വോളിയം ആണ് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, സൊല്യൂട്ട് എടുത്തിരിക്കുന്ന വോളിയം ഇപ്പം ml ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷനിൽ നമ്മൾ ml തന്നെ വേണം ചെയ്യാൻ. അത് സെയിം യൂണിറ്റ് തന്നെയായിരിക്കണം ഇവിടെ രണ്ടിടത്തും നിങ്ങൾ എടുക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം വോളിയം പെർസെന്റേജ് ഓഫ് ദി സൊല്യൂട്ട് ആണ് പറഞ്ഞത്, വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഇതുപോലെ നമുക്ക് വോളിയം പെർസെന്റേജ് ഓഫ് ദി സോൾവെന്റ് ചെയ്യാം, വോളിയം ഓഫ് ദി സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. നോർമൽ കേസിൽ ലിക്വിഡ് സൊല്യൂഷൻസിനെയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനകത്ത് തേർഡ് വൺ ആണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, മാസ് ബൈ വോളിയം പെർസെന്റേജിനാണ് നമ്മൾ W ബൈ V എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെഡിസിൻ ആൻഡ് ഫാർമസി ഫീൽഡിലൊക്കെ ഈ ഒരു യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കൂടുതലും കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്, സോൾവെന്റ് അല്ല. മാസ് ഓഫ് ദി സൊല്യൂട്ട് dissolved in 100 ml of solution is known as
മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, ഇവിടുത്തെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. ഓക്കെ, 100 ml സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ, സൊല്യൂട്ടിന്റെ മാസിനെയാണ് നമ്മൾ മാസ് ബൈ വോളിയം പെർസെന്റേജ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 ടൈപ്പ് പെർസെന്റേജ് കാൽക്കുലേഷനെ പറ്റി പഠിച്ചു. അതിന്റെ ഫസ്റ്റ് വൺ ആയിരുന്നു മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ പറയാം. ഓക്കെ, 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 gram ഗ്ലൂക്കോസ് ഇൻ 90 gram ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാമിലാണ് വരുന്നത്. അവിടെ 10 gram ഗ്ലൂക്കോസും 90 gram വാട്ടറും ആണ് ഉള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ വോളിയം പെർസെന്റേജും പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 10% എഥനോൾ ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 10 ml എഥനോൾ ആണ്, 90 ml വാട്ടർ ആണ് വരുന്നത്. ഓക്കെ, സൊല്യൂഷൻ മൊത്തത്തിൽ 100 ml വരും. അതുപോലെ തന്നെയാണ് ഇവിടെ 100 ml സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിന്റെ മാസ്, അതാണ് നമ്മൾ മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് വൺ. ഇനി ഫോർത്ത് വണ്ണിലേക്ക് പോകാം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ഫോർത്ത് വൺ ആണ് പാർട്സ് പെർ മില്യൺ, ppm. ഓക്കെ, ഇപ്പം നമ്മുടെ സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ, അതായത് ട്രേസ് ക്വാണ്ടിറ്റി സൊല്യൂട്ട് മാത്രമേ ഒരു സൊല്യൂഷനകത്തുള്ളെങ്കിൽ അവിടെ നമ്മൾ അതിനെ പാർട്സ് പെർ മില്യണിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പെർസെന്റേജ് കാൽക്കുലേഷനെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പെർസെന്റേജിനകത്ത് നമ്മൾ അവിടെ 100 പാർട്സ് ആക്കിയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് എത്ര പാർട്ട് സൊല്യൂട്ട്, എത്ര പാർട്ട് സോൾവെന്റ്, ഇങ്ങനെയായിരുന്നു നമ്മൾ അവിടെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറവാണെന്ന് സങ്കല്പിക്കുക. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, 0.00001% സൊല്യൂട്ട്, 0.00001% സൊല്യൂട്ട്. അങ്ങനെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എത്രമാത്രം സൊല്യൂട്ട് ആണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ സ്മോളർ ക്വാണ്ടിറ്റി ആണ് ആ സൊല്യൂട്ട്, ആ സൊല്യൂഷനിലെങ്കിൽ അവിടെ നമ്മൾ പാർട്സ് പെർ മില്യൺ ആണ് യൂസ് ചെയ്യുന്നത്. പാർട്സ് പെർ മില്യൺ വരുമ്പം അവിടെ അത് 1 lakh പാർട്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പെർസെന്റേജ് എടുക്കുമ്പോൾ 100 പാർട്ട്, ഇവിടെ നമ്മൾ 1 lakh പാർട്ടായിട്ടാണ് അതിനെ കട്ട് ചെയ്യുന്നത്. അതിനകത്ത് എത്ര പാർട്ടാണ് സൊല്യൂട്ട്, ഇങ്ങനെയാണ് വരുന്നത്. അതായത് പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ്. ഇപ്പൊ നമ്മൾ സൊല്യൂട്ട് ആണെങ്കിൽ ഇവിടെ ആ ഒരു സൊല്യൂട്ട്, സോൾവെന്റ് ആണ് സോൾവെന്റ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. അത് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് വരും ഇൻറ്റു 10⁻⁶. പെർസെന്റേജ് എടുക്കുമ്പോൾ നമ്മൾ 100 ആയിരുന്നു എടുത്തത്. ബട്ട് പാർട്സ് പെർ മില്യൺ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സ്മോളർ ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ 10⁻⁶ ആണ് എടുക്കുന്നത്, 1 lakh ആണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സൊല്യൂട്ട്, ഇപ്പം ഏതെങ്കിലും ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ട് എത്ര പാർട്സ് പെർ മില്യൺ ആണ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് നമ്മുടെ WB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶. നേരത്തെ നമ്മൾ പെർസെന്റേജ് പറഞ്ഞത് കൂട്ട് തന്നെ ഇവിടെ നമുക്ക് മാസ് ബൈ മാസ് എടുക്കാം, വോളിയം ബൈ വോളിയം എടുക്കാം, അതല്ലെങ്കിൽ മാസ് ബൈ വോളിയത്തിലും എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് വെയിറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പൊ വോളിയത്തിലാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, മാസ് തന്നിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അതല്ല മാസ് ബൈ വോളിയം ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, പാർട്സ് പെർ മില്യൺ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സീ വാട്ടറിനകത്തുള്ള ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണുള്ളത്. അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടൻസ്, വാട്ടറിലുള്ള പൊല്യൂട്ടൻസ്, ഇതിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർട്സ് പെർ മില്യൺ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതിനുശേഷം ഇനി നിങ്ങൾക്ക് 3 ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. മൊളാരിറ്റി, അതുപോലെ മോൾ ഫ്രാക്ഷൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്